കാളൻ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ആദ്യം നമ്മുടെ പ്ലാന്റെയിൻസ് ഞാൻ ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം ഒരു ചെറിയ സൈസിൽ നമുക്ക് കുറച്ച് ക്രഞ്ചി ആയിട്ട് കിട്ടത്തക്ക രീതിയിലാണ് ഞാൻ ചോപ്പ് ചെയ്തേക്കുന്നത്. ഒരു സ്ലാൻഡിങ് ആയിട്ടുള്ള ഒരു ഇതിൽ എല്ലാം ഒരുപോലെ തന്നെ ഇരിക്കത്തക്ക രീതിയിൽ ഒരു 1/4 ടീസ്പൂൺ നമുക്ക് ടേമറിക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ പെപ്പർ ഒരു 3/4 ടേബിൾ സ്പൂൺ പെപ്പർ നമുക്കിടാം. പിന്നെ നമുക്ക് സോൾട്ടും കൂടി ആവശ്യത്തിന് നമ്മൾ എത്രയാ ക്വാണ്ടിറ്റി വേണ്ടിയെന്ന് വെച്ചാൽ ആദ്യം ആവശ്യത്തിന് ഇടുക. പിന്നെ ഇത് ജസ്റ്റ് കുക്കാവാൻ വേണ്ടിയിട്ടുള്ള റിക്വയർഡ് ആയിട്ടുള്ള വെള്ളം മാത്രം, ഒരുപാട് എക്സസ് ആയിട്ട് വേണ്ട, അത് കറക്റ്റ് ഒന്ന് കുക്കാകത്തക്ക രീതിയിൽ ഉള്ള വെള്ളം മാത്രം ഒഴിച്ച് മിക്സ് ചെയ്തിട്ട് നമുക്കത് അടിച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഇനി നമ്മൾ കോക്കനട്ട് മിക്സിന് വേണ്ടിയിട്ട് ചോപ്പറിൽ ഞാൻ 3/4 കപ്പ് കോക്കനട്ട് ഇവിടെ ഗ്രേറ്റഡ് ആയിട്ടുള്ളത് എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ഒരു 1/4 ക്യുമിൻ കൂടി എടുത്തിട്ടുണ്ട്. ക്യുമിൻ നമ്മുടെ ജീരകം പൊടിച്ചത്. പിന്നെ നമ്മൾ ഒരു പച്ചമുളക് ഞാനിവിടെ ഗ്രീൻ ചില്ലി ഒരു 1/2 എടുത്ത് ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് മിക്സ് ചെയ്ത് ഇതൊന്ന് നമ്മൾ ഒട്ടും വെള്ളം ചേർക്കുന്നില്ല, അല്ലാണ്ടൊന്ന് മേർജ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി ആയിരിക്കണം നമുക്ക് കിട്ടേണ്ടത്. നമുക്ക് അത്യാവശ്യം ഇത് ഒരു തിക്കായിട്ടുള്ളൊരു കൺസിസ്റ്റൻസി വേണമെങ്കിൽ ഈ ഒരു രീതിയിലായിരിക്കും, അങ്ങ് അരിഞ്ഞ് പേസ്റ്റ് പോലെ വരണ്ട. നമ്മുടെ കായ ഇവിടെ കുക്കായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. എന്നാൽ ഒത്തിരി അങ്ങ് സ്മഷി ആയിട്ടില്ല, നമ്മൾ അങ്ങ് വെന്ത് പോയ രീതിയിൽ അങ്ങനെ വന്നിട്ടില്ല. അപ്പം ഈ ഒരു പരുവമാകുമ്പോഴത്തേന് നമുക്കിനി കേർഡ് നല്ലപോലെ ഒന്ന് വിപ്പ് ചെയ്തിട്ട്, നല്ല തിക്നെസ്സുള്ള കേർഡാണെങ്കിൽ അത് ഒട്ടും വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല, അല്ലാണ്ട് ജസ്റ്റ് അതിൻ്റെ ഒരു കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ അത് നല്ലപോലെ വിപ്പ് ചെയ്തിട്ട് നമ്മളിതിലേക്ക് അങ്ങ് ഇൻക്ലൂഡ് ചെയ്യാം. ഞാനിവിടെ ഒരു 1/2 കപ്പ് കേർഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല തിക്നെസ് ഉള്ള കേർഡാണ്, അപ്പോൾ അത് ഞാൻ ഒട്ടും വെള്ളമൊന്നും ചേർത്തില്ല. ഇതിനി നല്ലപോലെ ഇതിലേക്കൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മൾ അത്യാവശ്യം ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ആദ്യം, അല്ലെങ്കിൽ പെട്ടെന്ന് അത് നല്ല ചൂടിലിരിക്കുകയാണെങ്കിൽ അത് പിരിഞ്ഞു പോകാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ ആദ്യം ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് അത് കണ്ടിന്യൂസ് ആയിട്ടൊന്ന് ഇളക്കി നമ്മൾ കൊടുത്തതൊന്ന് മേർജ് ചെയ്യാനായിട്ട് നമ്മൾ ടൈം കൊടുക്കണം. കേർഡ് നല്ലപോലൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് നോക്കുക, നമ്മുടെ ഫ്ലേവേഴ്സൊക്കെ ഓക്കെ ആണോ നമ്മൾ നോക്കുക. ഞാനിവിടെ ഇച്ചിരി അഡീഷണൽ ഗ്രീൻ ചില്ലിയും കൂടി ഇടുന്നുണ്ട്, കാരണം എരിവ് കുറവാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പം നമുക്ക് അത്യാവശ്യം കുറച്ച് ഗ്രീൻ ചില്ലിയും കൂടി നമുക്ക് ചോപ്പ് ചെയ്തതിൻ്റെ ഇടയിലേക്ക് നമുക്ക് ഇടാം കുറച്ച്, കാരണം എരിവിൻ്റെ ഫാക്ടർ നമ്മളിവിടെ ആകെ പെപ്പറും പിന്നെ അതുപോലെ ഗ്രീൻ ചില്ലി നമ്മൾ അരച്ചതും കൂടിയാണ് ചേർക്കാൻ പോകുന്നത്. അപ്പോൾ കുറച്ചും കൂടിയൊക്കെ ഒരു എരിവ് നമുക്ക് തോന്നിക്കണമെങ്കിൽ ഇതുപോലെ ഇൻക്ലൂഡ് ചെയ്യാം അതിലേക്ക്. നേരെ ഇത് നല്ലപോലെ ഇപ്പോൾ ഈ കാണുന്ന കൺസിസ്റ്റൻസി അല്ല, അത് നമ്മൾ സ്റ്റൗവിൽ നിന്ന് മാറ്റുമ്പോഴത്തേനും നല്ല കറക്റ്റ് തിക്നെസ്സിലത് വരും. ഇനി നമുക്ക് ആ കോക്കനട്ടിൻ്റെ മിക്സ് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇത് ഇനി ആഡ് ചെയ്തിട്ട് ഇത് രണ്ടും കൂടി ഒന്ന് മേർജ് ചെയ്ത് നല്ലപോലെ ആദ്യം മിക്സ് ചെയ്ത് നമ്മളൊന്ന് വെച്ചിട്ട് പിന്നെ ഒരു കുറച്ച് നേരം കൂടി ഇരുന്നൊന്ന് കുക്ക് ചെയ്തിട്ട് അപ്പോഴേക്കത് കറക്റ്റ് കൺസിസ്റ്റൻസി ആവും. സദ്യയുടെ ഐറ്റംസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഐറ്റമാണ് ഇത്. മിസ് ചെയ്തിട്ട് നമുക്കൊരു സദ്യ പ്രിപ്പയർ ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഇത് ഡെഫിനറ്റായിട്ടും വളരെ ടേസ്റ്റി ആയിട്ടും വളരെ സിമ്പിളായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഡിഷാണ്. അപ്പോൾ ഇത് കണ്ടിന്യൂസ് നമ്മളൊന്ന് സ്റ്റർ ചെയ്ത് കൊടുത്ത് അപ്പോൾ അതിൻ്റെ ആ എല്ലാ ഫ്ലേവേഴ്സും ഒന്ന് മിക്സ് ചെയ്ത് മേർജ് ചെയ്തൊന്ന് കിട്ടും. അത് ഏകദേശം കുക്കായി വരുമ്പോഴത്തേന് നമുക്കൊരു ഇച്ചിരി കോക്കനട്ട് ഓയിലിൽ നമുക്ക് ആദ്യം കുറച്ച് കടുക് പൊട്ടിച്ചിട്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് വറ്റൽമുളക് ഒരു 2 എണ്ണം നമുക്ക് ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ കുറച്ച് കറി ലീവ്സ് ഞാൻ ലാസ്റ്റിൽ നമ്മൾ ജസ്റ്റ് ഗസ്റ്റിന് സെർവ് ചെയ്യുന്നതിന് മുന്നേക്ക് ഞാനൊന്ന് ഞെരടി ഇടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ നല്ലൊരു ഫ്ലേവർ വരും, നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു ഫ്ലേവർ വരും. അപ്പോൾ ഇപ്പോൾ കുറച്ച് നമ്മളിതിങ്ങനെ ഒന്ന് കടുക് പൊട്ടിച്ചിട്ടിട്ട് അതിലേക്ക് നമുക്ക് ആഡ് ചെയ്യണം. കടുക് പൊട്ടിച്ച് ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഒരുപാട് നേരം അത് കുക്ക് ചെയ്യൊന്നും വേണ്ട, നമ്മൾ ജസ്റ്റ് ഒന്ന് മേർജ് ചെയ്തെടുക്കുക.
സ്റ്റൗവിൽ നിന്ന് നമ്മൾ ഓഫ് ചെയ്തിങ്ങി എടുക്കുക. അതിൻ്റെ ചൂടാറിയ ശേഷം നമുക്കത് മാറ്റിയിട്ട് സെർവ് ചെയ്യാൻ പറ്റുന്നതാണ്. അങ്ങനെ നമ്മുടെ കാലിന് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഓണത്തിന് ഇത് ഡെഫിനറ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ഒരുപാട് റെസിപ്പീസ് ഉണ്ടാവും പ്രിപ്പയർ ചെയ്യാനായിട്ട്. എല്ലാവരും എൻ്റെ തിരക്കിലാണെന്നറിയാം. എന്നാലും ടൈം എടുത്തിട്ട് ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള ഫീഡ്ബാക്കും സജഷൻസും ഒക്കെ എഴുതി അറിയിക്കുക. അടുത്തൊരു എപ്പിസോഡിൽ പുതിയൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. വിഷിംഗ് യു എ വെരി ഹാപ്പി ആൻഡ് പ്രോസ്പെറസ് ഓണം. താങ്ക് യു.